പ്രൈസ് ദ ലോർഡ്. എല്ലാ വിശ്വാസി സമൂഹത്തിനും നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയ വിഷയത്തിൽ വചനത്തിൽ നമ്മളെ തന്നെ കേന്ദ്രീകരിക്കുന്നത്. അതായത് ഗലാത്യയുടെ പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. അതായത് എന്താണ് പറയുന്നത്? എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടത്തില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. ഒന്നുകൂടെ പറയാം. ഗലാത്യയുടെ പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടത്തില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് ഈ പഴയ നിയമത്തിൽ ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 4-ാം വാക്യത്തിലും ഈ പ്രകാരമാണ് പറയുന്നത്. എന്താണ് അവിടെ പറയുന്നത്? അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കുന്നു. അതായത് അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരെ ഉള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ഇത് പഴയ നിയമത്തിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നു. നമുക്ക് പുതിയ നിയമത്തിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെ പഠിപ്പിക്കുന്ന ഇതാണ്. അതായത് പൗലോസ് ഗലാത്യ കലീശയ്ക്ക് എഴുതുന്ന ഈ പ്രകാരമാണ്: യേശുവിൻ്റെ വിശ്വാസത്താൽ മാത്രമേ നമുക്ക് രക്ഷ ഉള്ളൂ. അതേസമയം മൂശയുടെ വ്യവസ്ഥ അനുസരിച്ച് നമ്മൾ ജീവിക്കുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു അർത്ഥവുമില്ല. അങ്ങനെ ജീവിച്ചുകൊണ്ട് ഒരു അർത്ഥവുമില്ല. അന്നിപ്പോൾ നമ്മൾ ഈ കാര്യത്തെ പറ്റി നമ്മൾ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുന്നത്, വ്യവസ്ഥ ന്യായപ്രമാണം അനുസരിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ അത് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് സന്നിധിയിൽ എത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടത്, ഇസ്രായേൽ ജനങ്ങളിൽ യഹൂദന്മാർ ഈ കാര്യത്തിൽ വളരെ കർശനമായിട്ട് അവർ മൂശയുടെ വ്യവസ്ഥയിൽ അവർ ആദ്യമൊട്ടും അവർ പിടിച്ചുകൊണ്ടതാണ്. അത് യേശുക്രിസ്തുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണല്ലോ അവർ യേശുക്രിസ്തുവിനെ ക്രൂശാരോഹണത്തിനേക്കാൾ വേണ്ടി എത്തിച്ചത്. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്ന, ഇതിൻ്റെ അകത്ത് എല്ലാവർക്കും ഇത് മനസ്സിലാക്കി, ഇത് 3 രീതിയിൽ ഇതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് വ്യവഹാരികമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക സ്ഥിതിയിലനുസരിച്ചോ അല്ലെങ്കിൽ ഫിസിക്കൽ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യന് നമ്മുടെ ഓരോ കാര്യങ്ങളും നിയമങ്ങളും ധാർമ്മിക വ്യവസ്ഥകളെല്ലാം നമ്മളെപ്പോഴും ഉണ്ടല്ലോ നമ്മളത് ശരിയാണെന്ന് പറയാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് ഉദാഹരണമായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഉപവാസം എടുക്കുന്നു, പള്ളിയിൽ ദാനം കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പാവങ്ങൾക്ക് ദാനം കൊടുക്കുന്നു, നമ്മൾ ചർച്ചിൽ പോകുന്നു, അതുപോലെ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ പരോപകാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ ഈ കാര്യം കൊണ്ടൊന്നും നമുക്ക് രക്ഷ പ്രാപിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഈ മേളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങൾ തന്നെ, പക്ഷേ അതുകൊണ്ട് രക്ഷ കിട്ടുമില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് രക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷ കിട്ടത്തുള്ളൂ. അപ്പോൾ റോമിയോയുടെ നമുക്ക് 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഈ പ്രകാരം ന്യായപ്രമാണം അനുസരിച്ച് ചെയ്യുന്ന പണികളൊന്നും ഒരു ജീവനുള്ള പ്രാണികളെ അവർ രക്ഷയിലേക്ക് അവരെ എത്തിക്കുന്നില്ല. ഇതാണ് നമ്മൾ യെശയ്യായുടെ പുസ്തകത്തിൽ 64-ാം അധ്യായം 6-ാം വാക്യത്തിലും നമ്മൾ ഈ പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ സ്പിരിച്വൽ വർക്കുകൾ എല്ലാം ഒരു മലിനമായ തുണിയുടെ കൂട്ടാണ്. മലിനമായ തുണികൾ നമ്മുടെ ദേഹത്തു നിന്ന് മാറ്റുമ്പോൾ നമ്മൾ പുതിയ ജീവിതം നമ്മൾ പുതിയതായി മാറുന്നു എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ മലിനമായ തുണികൾ എങ്ങനെ നമ്മുടെ ദേഹത്ത് കിടക്കുന്നു, അതുപോലാണ് നമ്മുടെ ഈ ധാർമ്മിക പണികൾ നമ്മൾ ചെയ്യുന്നതെല്ലാം. അതിനെപ്പറ്റി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മളെല്ലാവരും എല്ലാ ദിവസവും ചർച്ചിൽ പോകുന്നുണ്ട്. പക്ഷേ ചർച്ചിൽ പോകുന്നത് കൊണ്ട് അവിടെ ചെന്ന് നമ്മൾ
അവിടെ പോയി കുർബാന കൊള്ളുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പക്ഷേ അതുകൊണ്ട് നമ്മൾ ദൈവത്തിലേക്ക്, സ്വർഗരാജ്യത്തേക്ക് നമുക്ക് അടുക്കാനായിട്ട് സാധിക്കത്തില്ല. അതേസമയം എന്താണെന്ന് വെച്ചാൽ ചർച്ചിൽ പോകുന്നതും കുർബാന കൊള്ളുന്നതും എല്ലാം നമ്മൾ ഒരുമാതിരി പിക്ചർ കാണാനായിട്ട് പോകുമ്പോൾ നമ്മൾ എൻട്രി ഫീസ് ചെയ്തിട്ട് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട്, നമ്മൾ ഫീസ് കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ആ ഭവനത്തിൽ കയറുന്ന പോലാണ് നമ്മൾ ആ ദേവാലയത്തിൽ ചെന്ന് നമ്മൾ അവിടെ ചെന്നിട്ട് ഫീസ് കൊടുത്തിട്ട് നമ്മൾ ദേവാലയത്തിൽ പോകുന്ന പോലാണ് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് അവിടെ നമ്മൾ എൻട്രി ഫീസ് കൊടുത്ത് നമ്മൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. സ്വർഗരാജ്യത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ വിശ്വാസം, നമ്മുടെ ഉറച്ച വിശ്വാസമായിരിക്കണം. യേശു ക്രിസ്തുവിൽ ഉറച്ച വിശ്വാസമുള്ളവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ നമുക്ക് കയറാനായിട്ട് സാധിക്കൂ എന്നാണ് നമ്മളെ ഇവിടെ ബോധവൽക്കരണം ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത് നിയമത്തിൽ കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കാരണവശാലും നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. വിശ്വാസമില്ലാതെ നിയമത്തിലേക്ക് നമ്മൾ ഉറച്ചു വിശ്വസിച്ചതുകൊണ്ട് അർത്ഥമില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൽ വിശ്വാസം നമുക്ക് വേണം. അത് നമ്മൾ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായ വിശ്വാസം നമുക്ക് വേണം. നമ്മളൊരു റിലീജിയസ് പേഴ്സൺ ആണെങ്കിൽ നമ്മുടെ വചനപ്രകാരം, നമ്മൾ യേശു ക്രിസ്തു പഠിപ്പിച്ച വചനപ്രകാരം നമ്മൾ ജീവിക്കുന്നവരായിത്തീരണം. അതോടൊപ്പം തന്നെ വിശ്വാസത്തിൽ കൂടെ നമ്മൾ റിലീജിയസ് പേഴ്സൺ ആകുന്നു. റിലീജിയസ് പേഴ്സണിൽ കൂടെ നമ്മുടെ ജീവിതം പുതുക്കപ്പെടുന്നു. അങ്ങനെയുള്ളവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എഫെസ്യരുടെ പുസ്തകം 2-ാം അധ്യായം 8-9 വരെയുള്ളത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് അനുഗ്രഹത്തിൽ കൂടാണ് നമുക്ക് രക്ഷപ്പെടുന്നത്. നമ്മൾക്ക് അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടാൻ സാധിക്കും. അനുഗ്രഹമില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ റോമിയോയുടെ 1-ാം പുസ്തകത്തിൽ 17-ാം വാക്യത്തിൽ പറയുന്നത്, അതായത് റിലീജിയസ് പേഴ്സൺസ്, അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ, റിലീജിയസ് ആയിട്ടുള്ളവർ, അവർ ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതത്തിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവർക്ക്. അതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിൽ 15-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇതുപോലെയാണ്. അബ്രഹാം ഉണ്ടല്ലോ, നമ്മുടെ പിതാവ്, അദ്ദേഹം വിശ്വാസം കൊണ്ട് അദ്ദേഹത്തിനെ ഒരു റിലീജിയസ് പേഴ്സണായിട്ട് അദ്ദേഹത്തിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ആ രീതിയിൽ വേണം നമ്മളും ദൈവത്തിൽ ഉറച്ച വിശ്വാസത്തോട്, കളങ്കമില്ലാത്ത വിശ്വാസത്തോടു കൂടി നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ നമ്മളെ ഒരു റിലീജിയസ് പേഴ്സണായിട്ട് വിശ്വസിക്കുകയും സ്വർഗരാജ്യത്തിൽ നമ്മളെ പ്രവേശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് ദൈവം നമ്മളെ സ്വീകരിക്കുന്നു, അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ ഉറച്ച വിശ്വാസം യേശുവിലേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യഹോവയുടെ ഭവനത്തിലേക്ക് നമുക്ക് കയറാൻ സാധിക്കത്തുള്ളൂ. രണ്ടാമത്തെ നമുക്ക് ഇതിൻ്റെ അകത്ത് മൂന്നാമത്തെ കാര്യം നമുക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പിശാശ് കൊണ്ട് നമ്മളെ എങ്ങനെ, ശൈത്താൻ നമ്മളെ എങ്ങനെ, ഡെമൻസ് നമ്മളെ എങ്ങനെ നമ്മുടെ വിശ്വാസത്തിൽ കോട്ടം വരുത്തുന്നത്, നമ്മളെ തെറ്റായ വഴികൾ നമ്മളെ പഠിപ്പിക്കുന്നത്, അത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമാണ്. എന്താ വെച്ചാൽ നമ്മളെ വിശ്വാസത്തിൽ നിന്ന് മാറ്റി നമ്മളെ മറ്റുള്ള ജോലികളിലേക്ക് ഏൽപ്പിച്ച് നമ്മളോട് നീ ഇന്ന പണിയെ ഇന്ന എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വാസമില്ലാതെ വരുമ്പോൾ ദൈവം നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരു സ്ഥിതി വരുമ്പോൾ നമുക്ക് തന്നെ നിരാശയും നമുക്ക് തോന്നും, നമുക്ക് അയോഗ്യരാണെന്ന് നമുക്ക് തോന്നിപ്പോവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് വരുന്നുണ്ട്. നമ്മളെ അനുഗ്രഹത്തിൽ നിന്ന് ആ സമയത്ത് നമ്മളെ ദൂരെയാക്കി, നമ്മൾ അനുഗ്രഹം കിട്ടേണ്ടത് നമുക്ക് കിട്ടാതെ പോകും. അതുപോലെ നമുക്ക് പൊങ്ങച്ചം നമ്മുടെ ഉള്ളിൽ വരും. അങ്ങനെ വരുമ്പോൾ ഞാൻ മറ്റുള്ളവരെക്കാട്ടി മെച്ചമാണ്, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, കുർബാന കൊള്ളുന്നുണ്ട്, എല്ലാ ദിവസവും എല്ലാ രീതിയിലും ഞാൻ മറ്റുള്ളവരെ, അങ്ങനെ ഒരു പൊങ്ങച്ചം നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കും. ആത്മീയ ദോഷം ത്തിൻ്റെ ബോധങ്ങൾ നമ്മളുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഒരു യോഗ്യനായ ഒരു വ്യക്തിയായിത്തീരാൻ നമുക്ക് സാധിക്കത്തില്ല. അത് 2 കൊരിന്ത്യർ 11-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ജീവിക്കേണ്ട ആ ജീവിതത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിക്കുകയാണ്, നമ്മൾ അകന്നു പോവുകയാണ് വിശ്വാസത്തിൽ നിന്ന്. കൊലീശയരുടെ പുസ്തകത്തിൽ 2-ാം അധ്യായം നമുക്ക് 16-ാം വാക്യം തൊട്ട് 23 വരെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നു, റോങ് റിലീജിയൻസ് ആറ്റിറ്റ്യൂഡാണ് നമുക്കുള്ളത്.
നമ്മൾ തെറ്റായ ധാർമ്മികതയെ നമ്മുടെ ഉള്ളിൽ വളർത്തിക്കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. നമ്മളൊരു വിശ്വാസത്തിൻ്റെ ധാർമ്മികതയല്ല നമ്മൾ കൊണ്ടുപോകുന്നത്, ന്യായപ്രമാണത്തിൻ്റെ ധാർമ്മികതയും വളർത്തിക്കൊണ്ടാണ് നമ്മൾ നടന്നുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ വലിയ മിടുക്കരായി നടക്കുന്നത്. അപ്പോൾ യോഹന്നായുടെ പുസ്തകം 8-ാം അധ്യായം 44-ാം വാക്യത്തിൽ പറയുന്നത് എന്തുവാണ്? ഡെമൻസ് കള്ളൻ്റെ പിതാവാകുന്നു, കള്ളത്തരത്തിൻ്റെ പിതാവാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഡെമൻസ് നമ്മളെ കള്ളത്തരം പഠിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മളെ ബൈബിളിൻ്റെ തെറ്റായ വ്യാഖ്യാനങ്ങൾ നമുക്ക് പറഞ്ഞു വന്ന് നമ്മളെ തെറ്റായ വഴിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. ഇതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പം പിശാച് നമ്മളോട് സാത്താൻ നമ്മളോട് പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്താണ്? നീ വളരെ നല്ലവനാണ്, പക്ഷേ നിന്നെ സംബന്ധിച്ചാൽ നീ ഉണ്ടല്ലോ ദൈവത്തിന് യോഗ്യനായിട്ടുള്ളവനല്ല എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ അംഗീകരിക്കപ്പെടുന്നവരായിത്തീരണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് നമ്മൾ ജീവിക്കുന്നവരായിത്തീരണം. നമുക്ക് സാരാംശമായിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് വിശ്വാസത്തിൻ്റെ നമുക്ക് ധാർമ്മികത അല്ലെങ്കിൽ റിലീജിയസ് മൈൻഡ് നമുക്ക് കിട്ടത്തുള്ളൂ. നല്ലൊരു പണി ചെയ്തതുകൊണ്ട്, ഫിസിക്കലായിട്ട് നമ്മൾ നല്ല പണികൾ ചെയ്തതുകൊണ്ട് നമുക്ക് ഒരിക്കലും ദൈവത്തെ നമ്മൾ കാണാൻ സാധിക്കത്തില്ല. അതേസമയം പിശാചിൻ്റെ അല്ലെങ്കിൽ സാത്താൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മുടെ കുറ്റബോധത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ഒരു അവസ്ഥ നമുക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് ഒരിക്കലും നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ അടുക്കാൻ പറ്റത്തില്ല, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന മേൽ പറഞ്ഞ വചനങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കുന്നത്, വ്യവസ്ഥ എപ്പോഴും നമ്മളെ കുറ്റക്കാരനായിട്ടാണ് നമ്മളെ ന്യായപ്രമാണം നമ്മളെ എപ്പോഴും കുറ്റക്കാരനായിട്ടാണ് തീരുമാനപ്പെടുത്തുന്നത്. അതേസമയം നേരെ മറിച്ച് വിശ്വാസമോ നമ്മുടെ ജീവിതത്തിനെ നമുക്ക് രക്ഷപ്പെടുത്തുകയും ജീവിതത്തിനെ നമുക്ക് പുനർനിർമ്മിക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ യേശു ക്രിസ്തുവിൽ നമ്മൾ ജനിക്കണം, ആ യേശു ക്രിസ്തുവിൽ നമ്മൾ രക്ഷ പ്രാപിക്കണം. അങ്ങനെ വന്നപ്പോൾ മാത്രമേ നമുക്ക് വിശ്വാസത്തിൽ വരുമ്പോൾ നമുക്ക് സ്വർഗരാജ്യം കിട്ടത്തുള്ളൂ. യേശുവിൻ്റെ രണ്ടാം വരവ് വരുമ്പോൾ നമ്മളെല്ലാവരും ആ സമയത്ത് നമ്മളെല്ലാവരുടെയും അവിടെ യേശുവിലേക്ക് അടുത്തുകൊണ്ട് നമ്മൾ യഹോവയുടെ ആലയത്തിൽ നമുക്ക് പ്രവേശനം സ്വർഗരാജ്യത്തിൽ കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് അതിനുവേണ്ടി നമ്മുടെ ആത്മാവിനെ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു വിശ്വാസത്തോടു കൂടി നമ്മൾ നിന്നുകൊണ്ട് നമ്മൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാൻ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ ഗലാത്യയുടെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 11-ാം വാക്യം നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു? അത് പ്രകാരം നമ്മൾ ആ വ്യവസ്ഥയുടെ അനുസരിച്ചല്ല, നമ്മൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ കലീശയും അതിന് മുൻപോട്ട് നീങ്ങാനായിട്ട് നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു പുനർജന്മമുള്ളൂ. ആ പുനർജന്മത്തിന് വേണ്ടി നമ്മൾ എങ്ങനെ അബ്രഹാം യഹോവയുടെ വിശ്വസ്തനായോ അതുപോലെ തന്നെ നമ്മളും വിശ്വസ്തനായി മാറാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ കുടുംബത്തിനും പുരോഗതി ഉണ്ടാകത്തുള്ളൂ. ആ പുരോഗതിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും മുൻപോട്ട് പോവുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ആമീൻ.